ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ മേലോട്ടി നോക്കുന്നത് ഇവിടെ ഒരു റോഡിൽ നിൽക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ. ഇത്രയും നേരം വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തൊരു റോഡിൽ അവനിങ്ങനെ കയ്യിൽ നിന്ന് കൊട്ടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഇത് ഇൻട്രോ എടുക്കുന്ന ഞാൻ സംഭവം കുറച്ച് വൈകിപ്പോയി. ഇത് നമ്മുടെ വീട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നല്ലോ, ചോല ഭട്ടൂരൊക്കെ ഇട്ട് വ്ളോഗിൽ ഉണ്ടാക്കിയ ആ ചേച്ചി ഉണ്ടാക്കിയ സാധനമാണ്. നമ്മുടെ സ്പെഷ്യൽ ഫുഡാണ് പാപ്പുട്ടും ചിക്കൻ കറിയും. കേട്ടിട്ടുണ്ടാവില്ല കുറേ പേര്, ഞാൻ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഈ ഇടയ്ക്കാണ് കേട്ടു തുടങ്ങിയത്. അപ്പോൾ പാപ്പുട്ടും ചിക്കൻ കറിയും. അപ്പം നമുക്ക് ഒത്തിരി ലാഗ് എടുപ്പിക്കാത്ത വീഡിയോയിലോട്ട് പോകാം. ചിക്കു ജനലിന്റെ മേൽ ടാറ്റ വരെ. ചിക്കു ടാറ്റ. അവൻ ജനലിന്റെ മേലെ കയറി നിന്നാവല്ലേ ഈ സർക്കസ് കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പച്ചരി കഴുകി ഉണക്കി ഇങ്ങനെ നല്ല കുറച്ച് വലിയ തരിയായിട്ട് പൊടിച്ച് വെച്ചേക്കുക. പൊടിച്ച് വെച്ചത് നമ്മൾ ഒരു 6 ഗ്ലാസ് അളന്നെടുത്തു. നമ്മൾ ഇന്ന് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് ഡിന്നറിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 ഗ്ലാസ് ഇത്ര വലിയ തരിയായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചു. അത് നമ്മൾ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അങ്ങനെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിൽ 4 ഗ്ലാസ് അരിക്ക് നമ്മൾ 6 ഗ്ലാസ് വെള്ളം അതിലൊഴിച്ച് അതിൽ 1.5 സ്പൂൺ പഞ്ചസാരയും നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം കൈയും കൊണ്ട് ഇളക്കി നല്ലോണം എല്ലാം കൂടിയിട്ടൊന്ന് ടോട്ടലി മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലോട്ടാണോ വേവിക്കാൻ വേണ്ടി വെക്കേണ്ടത് ആ പാത്രത്തിലോട്ട് 1.5 തവിയിൽ അരിയും കുറച്ച് വെള്ളവും കൂടി നമ്മളിങ്ങനെ കൈ ഇട്ട് ഇങ്ങനെ മുക്കി നോക്കുമ്പോൾ നമ്മുടെ 1 ഇഞ്ച് വിരലിൽ 1 ഇഞ്ച് ഇങ്ങനെ മുങ്ങണം. ആ ഒരു ലെവൽ വരെ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ എല്ലാം പ്ലേറ്റിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മേലോട്ട് നല്ലോണം കുറച്ച് നമ്മൾ തേങ്ങ ഇങ്ങനെ വിതറി കൊടുക്കണം. തേങ്ങയാണ് ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അരിയും വെള്ളവും ഇതിലിങ്ങനെ സമാസമം ഒഴിച്ച് ഇങ്ങനെ തേങ്ങ നല്ലോണം വിതറി കൊടുക്കണം. വിതറിയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പ്ലേറ്റ് ഇങ്ങനെ കുലുക്കുമ്പോൾ അത് എല്ലാ സൈഡിലും എത്തുമല്ലോ, അതൊന്ന് വെള്ളം ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും. അപ്പോൾ വെക്കേണ്ട എല്ലാ പ്ലേറ്റിലും ഇത് നമുക്ക് സാധാരണ തട്ടൊക്കെ കിട്ടുമല്ലോ, ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലത്തെ ഇടിയപ്പത്തിൻ്റെ തട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്ന തട്ട്. ആ തട്ടില്ലാത്തവങ്ങളെ നമ്മളിങ്ങനെ വെക്കുന്നത്. നമ്മൾ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ 2 മരക്കഷ്ണം ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇന്നൊരു പ്ലേറ്റ് കയറ്റി വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആ സ്റ്റാൻഡ് ഇല്ലാത്തതും കൊണ്ട് നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ നല്ലോണം ആവി കയറ്റിയെടുക്കുക. ആവി കയറ്റിയെന്ന് വെച്ചാൽ വേവിച്ചെടുക്കുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കും മധുരമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളത് പ്ലേറ്റിലിട്ട് മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കത്തില്ലേ, അതുപോലെ നമ്മളിത് ഇത് തണുത്ത് കുറച്ചൊന്ന് ആറിയ ശേഷം നമുക്ക് മുറിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കും. നല്ലോണം ആറിയിട്ട് പ്ലേറ്റിൽ നമ്മൾ പിടിച്ച്. അപ്പോൾ നമ്മുടെ പാപ്പുട്ടിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചിക്കൻ കറിക്ക് ഇതാ നമ്മൾ നല്ല കാശ്മീരി മുളക്, മല്ലി, ഈ മുളക് എരിവുള്ള മുളക്, പിന്നെ ജീരകം, കുരുമുളക്, ഇത് കടുക്, ഗ്രാമ്പു, കുരുമുളക്, ഉലുവ, പട്ട, ഇത് ഇത്ര, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, ഇത് ഇത്രയും കൂടിയിട്ട് നമ്മൾ വറക്കും ഇപ്പോൾ. അപ്പം നമ്മൾ ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ജീരകം ഇട്ട് ബാക്കി ഉള്ളതെല്ലാം നമ്മൾ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഈ കടുക് ഇടുന്നുണ്ടല്ലോ, അപ്പം നമ്മളതൊന്ന് പൊട്ടി വരണം. അതൊന്ന് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ. എന്നെ കാണിച്ചില്ല എന്ന് വേണ്ട. അപ്പോൾ ഗസ്റ്റിൻ്റെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അത്ര. അപ്പം നമ്മൾ ഇത് അപ്പുറത്ത് പുട്ട് വെച്ചിട്ടുണ്ട്, ചട്ടിയിൽ വറക്കാൻ വെച്ചിട്ട് ഇവിടെ കറണ്ട് പോയി. അതാ ലൈറ്റ് വെച്ചിട്ട് ഞാൻ എടുക്കണേ. ഈ മല്ലി ഒന്ന് ബ്രൗൺ കളറായി വന്ന് അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഉറക്കാം. എന്നിട്ട് മുളക് നമ്മൾ എരിവിന് എത്ര മുളക് വേണോ അത്ര മുളക് ഇട്ടെടുക്കാം. നമുക്കിവിടെ കുറച്ച് എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ നമ്മൾ എരിവ് ഇട്ട് പിന്നെ നമ്മൾ ഒരു കളറിന് നല്ലൊരു കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് ഇടുന്നു.
കാശ്മീരി മുളകും കൂടി ഇട്ട് കൊടുക്കും. ഇതാ കാശ്മീരി മുളകിട്ട് നമ്മൾ ഉണ്ടാക്കണ ഈ വറക്കണ ഈ സാധനങ്ങളെല്ലാം ഇപ്പം നമുക്ക് ചിക്കൻ കറിക്ക് മസാല കൂടി പോകുമെന്ന് തോന്നിയാൽ ആ പേസ്റ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കറി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇത് ഈ മസാല അല്ലേ, മസാല എടുത്ത് നല്ലോണം ആറിയിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അങ്ങനെ നമ്മളെല്ലാം കൂടി വറുത്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. നമ്മൾ ആ മസാല ഐറ്റംസ് വറുത്തെടുത്തു. പിന്നെ ആരാ അതിൻ്റെ കാലിൻ്റെ പുറകിൽ നമ്മളിനി തേങ്ങയും കൂടി ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആരത് 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 എന്ത് അവന് അടുപ്പത്തെല്ലാം കറി ഉണ്ടാക്കണം നോക്കണം. എന്ത് പപ്പ? തേങ്ങ ഈ ഒരു കളറാവണം. എന്നിട്ട് നമുക്ക് കറണ്ട് വന്നിട്ട് അരച്ചിട്ട് കാണിക്കാം. അപ്പോൾ കറണ്ട് നമ്മളെ ചതച്ചില്ല, പെട്ടെന്ന് കറണ്ട് വന്ന്. ഇത് നമ്മളെല്ലാം മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അരയ്ക്കാം, പേസ്റ്റ് കാണിക്കാം. അത് നമ്മൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാല ഇങ്ങനെ അരച്ചെടുക്കണം. ഇത് നമ്മൾ ചിക്കൻ കുറച്ച് നേരം മുമ്പേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മറിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ചെണ്ണ മതി, ഒരു ചെറിയ സൈസ് ഉള്ളി, രണ്ട് വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ഇതിലിട്ടുള്ളത് നമ്മൾ നേരത്തെ ഇട്ട് അരച്ചിട്ടുണ്ടല്ലോ അതിലിടല്ലോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇതിൽ തക്കാളി ഉള്ളി മാത്രം ഉറപ്പിച്ചിട്ട് ഇതൊന്ന് സോട്ടായി കഴിഞ്ഞിട്ട് നമ്മളെ അരച്ച് വെച്ച പേസ്റ്റ് ഇതൊക്കെ ഉണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്യുക. നമുക്ക് എത്ര മസാല വേണോ അത്ര എടുത്തിട്ട് നമ്മൾ പിന്നെ ഈ ബോക്സിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. പിന്നെ നമുക്ക് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാം. ഇത് ആ മിക്സിയിലിട്ട് അരച്ച ആ ചൂട് മാറിക്കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. നമ്മൾ ബോക്സിലാക്കി നമുക്കിപ്പോൾ വേണ്ടത്ര മസാല നമ്മളെടുത്ത് നമ്മളിനി അതിൻ്റെ എല്ലാ പച്ചമണവും എല്ലാം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടാക്കി വെച്ചിരുന്നതാണ്. ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കാം. ചിരി വരുന്നു എല്ലാവർക്കും ഞാൻ പറഞ്ഞത് കേട്ടിട്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കാതെ ഇതിലേ വെള്ളം ഇറങ്ങുമല്ലോ ചിക്കനിൽ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞങ്ങൾ തേങ്ങ അരയ്ക്കണ വീഡിയോ എടുക്കാൻ വന്നത് നല്ല ചുക്കോ. നമുക്കിനി വീഡിയോ തേങ്ങ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഏയ് കള്ള ഏയ് നമ്മൾ തേങ്ങ അരച്ച് ഈ ഒരു നല്ലോണം അരയാനും പാടില്ല എന്നാൽ അരയാതിരിക്കാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തേങ്ങ വെള്ളമൊഴിച്ച് അരച്ചെടുക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്ന് അപ്പോൾ നമ്മൾ അതിൽ അരച്ച് വെച്ച തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് എല്ലാം ഇറക്കി കൊടുക്കും. അതിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ ആ ജാറിൽ തേങ്ങ അരച്ച വെള്ളം അതിലങ്ങനെ ഒഴിച്ചു കൊടുക്കും. മരിച്ചപ്പെട്ട അപ്പോൾ ഗൈസ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോയ്ക്ക് തല മാത്രമല്ല വാലുമില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഷോട്ട് അതാ ചിക്കൻ കറിയിൽ മല്ലിച്ചപ്പെടുന്ന ആ ഷോട്ട് എടുത്തത് അഭിയേട്ടനാണ്.
അപ്പോൾ ഇത്രയും നേരം ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളെ ഞാൻ കിടത്തി ഉറക്കി. അതാണ് ഞാൻ കുറച്ച് മെല്ലെ സംസാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി വീഡിയോ കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. നാട്ടിലെല്ലാവരും സാധാരണ വറുത്തരച്ചും നമ്മുടെ ഒറിജിനൽ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുക. നമ്മൾ പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടല്ല എല്ലാത്തിൻ്റെ പൊടികളും ഒക്കെ ഇടുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചിക്കന് മല്ലി മുളകും അങ്ങനെ സകല സാമഗ്രികളും ഗരം മസാല എല്ലാം കൂടി തേങ്ങയും വറുത്തരച്ച് ഒക്കെ കൂടിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ പുട്ട് കഴിച്ച് മടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പാപ്പുട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ അടിപൊളി സാധനം. പാപ്പുട്ടും ചിക്കൻ കറിയും. പുട്ടും ചിക്കൻ കറിയും അതൊക്കെ കോമൺ കോമ്പോസ് അല്ലേ. അതൊക്കെ കഴിച്ച് മടുത്ത ആൾക്കാർക്ക് പുതിയതായിട്ട് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ പാപ്പുട്ടും ചിക്കൻ കറിയും സെറ്റായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ല ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തോ. എൻ്റെ സാധനം ഇവിടെ അനങ്ങുന്നു, ചിക്കുട്ടൻ അനങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്താലല്ലേ ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഈ പാപ്പുട്ടും ഏത് നോൺ വെജ് കറിയുടെ കൂടെ പറ്റും. മീൻ കറിയുടെ കൂടെ ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും മട്ടൺ ആണെങ്കിലും എക്സെട്ര എന്താണെങ്കിലും നല്ലൊരു കോംബോ ആയിരിക്കും പാപ്പുട്ടും നോൺ വെജ് കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രണ്ടും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.